എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അച്യുതൻ മേപ്പാടി. ഞാൻ എന്നോട് പറയുന്നത് കഥ കുട്ടിച്ചാത്തന്മാരുടെ കഥയാണ്. കുട്ടിച്ചാത്തന്മാരുടെ കഥ നിങ്ങൾ കുറെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കഥ അതൊരു പുതുമയുള്ള കഥയാണ്. കാരണം ഈ കുട്ടിച്ചാത്തന്മാർ എവിടെ നിന്ന് വന്നു, എവിടെയാണ് അവരുടെ താമസം, എന്താണ് അവരുടെ ശക്തി, എന്താണ് അവർ മനുഷ്യരുമായിട്ട് അങ്ങനെ കൂട്ടുകൂടി, മനുഷ്യരുമായിട്ടും എങ്ങനെ തെറ്റിപ്പിരിഞ്ഞു. കാരണം തെറ്റിപ്പിരിഞ്ഞ ശേഷം ഇവർക്ക് രൂപം ഉണ്ടായിരുന്നില്ല, ശബ്ദം മാത്രമേ വരുള്ളൂ. അതൊക്കെ ഞാൻ പറയാം, ഈ കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ അവരുടെ ശക്തി, അവരുടെ ഈ മനുഷ്യന്മാരായിട്ട് പിണങ്ങിയത് അങ്ങനെയൊക്കെ ഉള്ളൊരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ ഈ മന്ത്രവാദികള് ഈ കുട്ടിച്ചാത്തന്മാരെ കൊണ്ട് കുറെ ജോലികളൊക്കെ ചെയ്യിച്ചിരുന്നു. വീട്ടുപണികളായിട്ടും പറമ്പിലെ പണികളായിട്ടും അങ്ങനെ എല്ലാ സഹായത്തിനും ഈ കുട്ടിച്ചാത്തന്മാരുടെ സഹായം ഉണ്ടായിരുന്നു. അന്നൊക്കെ കുട്ടിച്ചാത്തന്മാർക്ക് രൂപം ഉണ്ടായിരുന്നു. രൂപം പണ്ട് 18-ാം നൂറ്റാണ്ടില് ഒരു ബ്രാഹ്മണ കുടുംബത്തില് അത്യാവശ്യം ചെറിയ മന്ത്രവിദ്യകളും പച്ചമരുന്നുകളും ഒക്കെ അറിയുന്ന ഒരു കാരണവരുണ്ടായിരുന്നു. ഈ കാരണവർ ആ നാട്ടിലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അങ്ങനെ പോകുന്നൊരു സമയത്ത് ആ കാരണവർക്ക് 2 ആൺമക്കളും ഒരു പെൺമകളുള്ളത്. ആ കുട്ടികള് ഒരാള് വലിയ കല്യാണം കഴിക്കാൻ പ്രായമായി, അവരുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ അവരെ 2 കുട്ടികളുണ്ടാകും, മൂത്ത മകന്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കാരണവർക്കൊരു ആഗ്രഹം, ഒരു രണ്ടാമതൊരു കല്യാണം കഴിക്കണം, ഒരു വെടിയും കൂടി ആവാം എന്ന് കാരണവർക്ക് തോന്നി. അങ്ങനെ അത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോ ആകെ ബഹളായി. പണ്ടൊക്കെ ഈ കാരണന്മാരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലൊരു മറുവാക്ക് ഉണ്ടാകുന്നില്ല. അതാണ് അവസാന വാക്ക്, അവര് പറഞ്ഞത് അനുസരിച്ചോളുക. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അന്ന്. ഈ കാരണവരിത് പറഞ്ഞപ്പോ ഈ പതിവിന് വിപരീതമായിട്ട് ഈ മൂത്ത മകൻ എതിർത്തു. അത് പറ്റൂല, എന്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്ക് മക്കളുണ്ട്, ഇനി അച്ഛനൊരു കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് വേണ്ട, അച്ഛന് അങ്ങനെ വേണ്ടതാണ്. കാരണം ഒരൊറ്റ പിടിവാശി, ഞാൻ കല്യാണം കഴിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണം പോകാം, നീ മൂത്ത മകനല്ലേ, നിനക്ക് വേണമെങ്കിൽ പോകാം, അല്ലാതെ എന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് നിന്നെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക് തർക്കമായി. ഈ മകനും അച്ഛനും കൂടി വാക്ക് തർക്കമായി. അങ്ങനെ ഈ മകൻ അങ്ങനെ ദേഷ്യവും വാശിയും കൂടിയിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഭാര്യനെ കൂട്ടി ഇറങ്ങി. പക്ഷെ കാരണവര് അവിടുന്ന് ഭൂസ്വത്ത് ഒന്നും കൊടുത്തില്ല. അവിടെ കുറച്ച് അച്ഛന് കാരണവർക്ക് ശേഷം ഭൂസ്വത്തൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാരണവർ കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇവനെ പണിക്ക് പുറത്താക്കി. അപ്പൊ ഇയാളും ഭാര്യയും മക്കളും കൂടി ഇയാളെ വാശി പുറത്ത് ഞാൻ പോകുകയാണ് ഇറങ്ങുകയും ചെയ്ത്. അങ്ങനെ ഇറങ്ങി ഇയാള് എങ്ങോട്ടില്ലാതെ യാത്ര ചെയ്യണം, എങ്ങോട്ട് ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് കുറെ ഇടുന്നവരെ യാത്ര ചെയ്തു. അങ്ങനെ ഒന്ന് ഒരു അമ്പലത്തിൽ തങ്ങി, അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചു. അങ്ങനെ അന്ന് അവിടെ തങ്ങി. പിന്നെയും യാത്ര തുടരുകയാണ്. ലക്ഷ്യമില്ലാത്ത പോക്കാണ്. അയാൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ദൂരം പോകാം, ഈ കുടുംബത്തിന് വിട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് ഈ നാട്ടിൽ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഗ്രാമങ്ങൾ ഇങ്ങനെ വിട്ട് പോവുകയാണ്. കുറേ ദൂരത്തി ഇവര് അവശ്യരാവാൻ തുടങ്ങി. കാരണം അന്നൊക്കെ സത്രങ്ങളുണ്ടാവും ഈ വഴിയാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടും, അങ്ങനെ ഈ കച്ചവടക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടി സത്രങ്ങളുണ്ടാവും, യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടി. ആ സത്രങ്ങളിലൊക്കെ ഉറങ്ങി അങ്ങനെ അവിടുത്തെ ഭക്ഷണം കിട്ടി. അങ്ങനെ ഈ അമ്പലങ്ങളത്തെ പ്രസാദം, പിന്നെ വഴിയരികന്ന് വെള്ളം കുടിച്ചിട്ടും അങ്ങനെ വഴികഴിഞ്ഞു ചക്ക മാങ്ങ അങ്ങനെയൊക്കെ പെറുക്കി കഴിച്ചിട്ടൊക്കെ അവര് യാത്ര തുടരുകയാണ്. എങ്ങോട്ട് ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേ മാസങ്ങളോളം നടന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ശിവക്ഷേത്രത്തില് ഇവര് അന്തി ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ വട്ടം കൂട്ടുമ്പോ അവിടുത്തെ പൂജാരി വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയെന്ന് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് കുറെ ദൂരം നിന്നാണ്, ഞങ്ങളിങ്ങനെ ഞാൻ അച്ഛനായിട്ട് ചെറിയൊരു വഴക്കുണ്ടായിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് പോരുകയാണ്, ഞങ്ങൾ എവിടെയെങ്കിലും താമസിക്കാൻ ജോലി എടുത്ത് ജീവിക്കണം, അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്, കുടുംബമുണ്ട് ഒപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഒരു പ്രഭു കുടുംബമുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് സഹായം കിട്ടും. കാരണം
അയാൾക്ക് കുറേ ഭൂസ്വത്തുള്ളതാണ്, കുറേ പണിക്കാരുമുണ്ട്. അങ്ങനെ നിങ്ങൾ അവിടെ ഒന്ന് പോയി ചോദിക്കണം, നിങ്ങൾക്ക് അതിന് വേണ്ട സഹായങ്ങൾ കിട്ടും. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്നുള്ള പ്രസാദം എന്തെങ്കിലും നിവേദ്യം കഴിച്ചിട്ട് നിങ്ങൾക്ക് നിവേദ്യം ഞാൻ എടുത്തു തരാം, അത് പൂജ കഴിഞ്ഞിട്ട് അത് കഴിച്ചിട്ട് നിങ്ങൾ ആ പ്രഭു കുടുംബത്തിൽ നിന്ന് പോയി നോക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു, അവർ രാവിലെ നയിച്ചിട്ട് ഇവരെയും കുട്ടികളെയും ഭാര്യനെയും കൂട്ടിയിട്ട് ഇയാൾ ആ പ്രഭു കുടുംബത്തിൽ പോയി. പ്രഭു കുടുംബത്തിൽ പോയപ്പോ പ്രഭു ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങള് ബ്രാഹ്മണനാണ് അല്ലേ, എന്നാ നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യണം. അയാളൊരു കുന്ന്, അയാളെ വീടിന്റെ കുറച്ച് മുൻവശത്ത് ഒരു കുന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ആ കുന്നൊക്കെ എനിക്കുള്ളതാണ്, ആ കുന്നിന്റെ മറുവശവും എനിക്കുള്ളതാണ്. പക്ഷെ ആ മറുവശത്ത്, ആ കുന്നിന്റെ മറുവശത്തുള്ള ഒരു തെങ്ങുന്തോപ്പിലുള്ള തേങ്ങയും കിട്ടാറില്ല. അവിടെ കുറച്ച് വയലുണ്ട്, പാടം. ആ പാടത്തിലൊക്കെ കൃഷികൾ നശിപ്പിക്കുന്നു, വാഴക്കൊലക്കാരെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ നിങ്ങൾ അവിടെ പോയി താമസിക്കുകയാണെങ്കിൽ അത് എനിക്കൊരു സഹായം, നിങ്ങൾക്കൊരു സഹായമായി. കാരണം എനിക്ക് നോട്ടം എത്താത്തൊരു സ്ഥലമാണ് അത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ താമസിക്കാൻ വീടൊന്നുമില്ല, പക്ഷെ ഞാൻ പണിക്കാരെ വിട്ടുതരാം, നിങ്ങളൊരു അവിടെ ഒരു കൂരൊക്കെ കെട്ടിയ എന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. കുറച്ച് പണിക്കാർക്ക് നിങ്ങൾക്ക് വേണ്ട ധാന്യങ്ങളും തരാം, കുറച്ച് സാധനങ്ങളും കൊണ്ടുപോയിക്കോളും, പിന്നുള്ളത് നിങ്ങൾ അഡ്വാൻസ് ഉണ്ടായിക്കോളണം എന്ന് പ്രഭു പറഞ്ഞു. ഇയാൾക്ക് സന്തോഷമായി. അങ്ങനെ ഇയാൾ ആ കുന്നിൻ ചെരുവിലേക്ക് പണിക്കാരെ കൂട്ടത്തിൽ പ്രഭു കുറച്ച് പണിക്കാരെ വിട്ടു. അങ്ങനെ ഈ പണിക്കാരെ കൂട്ടിയിട്ട് അങ്ങനെ ആ കുന്നിന്റെ ആ ചെരുവിലേക്ക് പോയി. അപ്പോ ഈ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടാണ് ഈ പണിക്കാര് പോകുന്നത്. അപ്പൊ പണിക്കാരിങ്ങനെ സംസാരത്തിൽ എന്തോ ഒരു പന്തികടി ഇയാൾക്ക് തോന്നി. അപ്പോ ഇയാൾ ചോദിച്ചു, എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഈ പണിക്കാരത്ത് ചോദിച്ചു. അപ്പൊ പണിക്കാര് പറഞ്ഞു, ഇല്ല കുഴപ്പമൊന്നുമില്ല, പണിക്കാരെ മുറുമുറത്തിലാണ് പോകുന്നത്. കാരണം ഇവര് മാത്രം കേൾക്കുന്നത്, അതായത് എന്തോ ഒരു പെശകുള്ളവൻ തോന്നി. പക്ഷെ ഇയാള് അങ്ങനെ പോകാതെ നിവർത്തില്ല ഇയാൾക്ക്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഈ പണിക്കാരെ കൂട്ടത്തിൽ പോയി. പണിക്കാര് അവിടെ അന്ന് പോയി വീടിനുള്ള സ്ഥലങ്ങൾ, ഇയാൾക്ക് സ്ഥാനം നോക്കാനൊക്കെ അറിയാം ഈ ബ്രാഹ്മണന്. അങ്ങനെ ഇയാള് സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ ഇയാള് അവിടെ ചെറിയ കൂര വെച്ചിട്ടാണ് എല്ലാ സംവിധാനം ചെയ്തു. പണിക്കാരൊക്കെ കൂടി അങ്ങനെ 1-2 ദിവസത്തിന് പണിക്കാർ വന്നു. ഈ പണിക്കാർ കൂര വെച്ചേറ്റി കൊടുത്തു. അവിടെ വൈക്കോലും കാര്യം പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് കൂരയൊക്കെ മേഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവർക്ക് താമസിക്കാനുള്ള ഏകദേശ സാധനങ്ങളൊക്കെ, കുറച്ച് പാത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു ഈ പ്രഭു കുടുംബത്തിൽ നിന്ന്. അങ്ങനെ അവര് അവിടെ ഒരു താമസിക്കാനുള്ള, അപ്പം അവിടെ ഒരു കുഴപ്പമുള്ളത് എന്താ വെച്ചാല്, അവിടെ ഈ കുടിവെള്ളം കുറച്ച് ആ കുന്നിന്റെ അവിടെ ഇറങ്ങിപ്പോണം, അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണം. കുറച്ചാണ്ട് ഇറങ്ങിപ്പോയി അവിടുന്ന് തലച്ചമടായിട്ട് ഏറ്റി വരണം. ആ പാടത്തിലാണ് ഒരു ചെറിയൊരു കുഴിയുള്ളത്, ഒരു വെള്ളക്കുഴി, ഒരു ചെറിയൊരു കിണറാണ്. അവിടെ പോയിട്ട് വേണം ഈ വെള്ളം ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ കയറ്റം കയറി ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്. അത് സഹിക്കാം എന്ന് വിചാരിച്ച ആ കുടുംബം എന്ത് ചെയ്തു, ആ ഭാര്യയും ഭർത്താവും ആ കുട്ടികളെ സഹായിക്കും. ചെറിയ പാത്രത്തിലൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ താമസം തുടങ്ങി. ഒന്നാമത്തെ ദിവസം ആള് പുതിയ സ്ഥലമല്ലേ, അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അത് ഭാര്യയും മക്കളൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഇയാളെന്ത് ചെയ്തു, അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നു. രാത്രി ഒരു 12, 1 മണി 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ചെറിയൊരു ഈ എലികളോ പൂച്ചകളോ എന്തോ ഓടുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇയാള് പുറത്തേക്ക് നോക്കി. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ എലി ഓടുന്നു, ഈ പൂച്ചകൾ ഓടുന്നു, അങ്ങനത്തെ ഒച്ചകളുണ്ട്. അത് ഇയാൾക്ക് മനസ്സിലായി, എന്താ ചെറിയ ജന്തുക്കൾ ഓടുകയാണ്, അല്ലാതെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഒച്ചയോ അങ്ങനത്തെ ശല്യപ്പെടുത്തുന്ന ഒരു പ്രശ്നങ്ങളോ അവിടെ അല്ല. അങ്ങനെ നേരം വെളുത്തു, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇയാളെന്ത് ചെയ്തു, ഇയാൾ രാവിലെ എണീച്ചിട്ട് കുളിച്ചിട്ട് അങ്ങനെ ശിവക്ഷേത്രത്തേക്ക് കുറച്ച് നടന്നു പോകണം, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഇയാളും മകനും കൂടി, മകനൊരു 10 വയസ്സേ ഉള്ളൂ. ഈ മകനെയും കൂട്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്ത് ആ ശിവക്ഷേത്രത്തിൽ പോയി. ശിവക്ഷേത്രത്തിൽ പോയപ്പോ അവിടുത്തെ പൂജാരി ചോദിച്ചു, എന്തായി കാര്യങ്ങൾ സാധിച്ചു ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, വലിയ ഉപകാരം തിരുമേനി, ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നു, ഞങ്ങൾക്കൊരു ചെറിയൊരു കൂരയും വെച്ച് കിട്ടി തന്നു.
അങ്ങനെ എല്ലാ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ തന്നു. നല്ലൊരു മനുഷ്യനാണ് അയാൾ. അതുകൊണ്ട് നിങ്ങൾ വലിയൊരു ഉപകാരം ചെയ്ത് ഞങ്ങൾ മറക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എവിടെ നിങ്ങൾ അവരെ പ്രഭുവിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് താമസം ചോദിച്ചു. പൂജാരി ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു അല്ല, അവരുടെ വീടിന്റെ കുറച്ച് മുന്നിൽ ഒരു കുന്നുണ്ട്, ആ കുന്നിൻ ചെരുവിലാണ്. അപ്പൊ പൂജാരി ചോദിച്ചു അപ്പൊ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്, ഈ അമ്പലത്തേക്ക് വന്ന ആൾക്കാരെ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ പൂജാരി ചോദിച്ചു നിങ്ങൾ ആ കുന്നിന്റെ അപ്രവേശമാണോ ചോദിച്ചു. അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു അതെ, ഞങ്ങള് അവിടെ ഞങ്ങൾക്ക് വീട് കെട്ടി തന്നിട്ടുള്ളത്, പണിക്കാര് വന്നു, പ്രഭുവിന്റെ ആൾക്കാർ വന്ന് വീട് കെട്ടി തന്നിട്ടുള്ള അവിടെയാണ്, ഞങ്ങൾ അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 1-2 ദിവസമായിട്ട് താമസിക്കുന്നത്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പറഞ്ഞു. അപ്പൊ ഈ പൂജാരി വലിയ അത്ഭുതത്തോടു കൂടി അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് നാട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ ഈ ബ്രാഹ്മണൻ പറഞ്ഞു ഇല്ല, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. അപ്പൊ പൂജാരി ഇവരെ പേടിപ്പിക്കണ്ട വെച്ചിട്ട് പറഞ്ഞു ഇല്ല, അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ചോദിച്ചു. പിന്നെ ചോദിച്ചു. അപ്പോ ഇയാള് പറഞ്ഞു ഇല്ല, കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, ഇയാള് പ്രസാദം വാങ്ങി അവിടുന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി വരം വെച്ച് അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുറച്ച് ആൾക്കാർ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു അല്ല, നിങ്ങൾക്ക് അവിടെ താമസിക്കുന്നത് പേടിയൊന്നുമില്ലേ? അപ്പൊ ഈ ബ്രാഹ്മണൻ ചോദിച്ചു അത് ഞങ്ങളെന്താ പേടിക്കുന്നത്? അപ്പൊ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ചോദിച്ചു. അപ്പൊ ബ്രാഹ്മണൻ ഇല്ല, കുഴപ്പങ്ങളില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങള് അപകടത്തിലാക്കരുത്, നിങ്ങള് എന്തെങ്കിലും നിങ്ങൾ പറയണം, ഈ നാട്ടുകാരെ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ കാര്യങ്ങൾ എന്ന്. അപ്പൊ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നും, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. അപ്പൊ എന്നാലും എന്താണ് വെച്ചാൽ അല്ല, അവിടെ എന്തൊക്കെ ഒച്ച കേൾക്കലുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ 2-3 ദിവസമായി താമസിക്കുന്ന അവിടെ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്താണ് നിങ്ങൾ അവിടെ താമസിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അതൊക്കെ വെറുതെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇയാൾക്ക് സമാധാനമായി. അങ്ങനെ ഈ തിരുമേനിന്റെ അടുത്ത്, പൂജാരിന്റെ അടുത്ത് യാത്ര ചോദിച്ച ആള് അങ്ങനെ പോയി.